ഹായ് ഗായ്സ്, വീട്ടിൽ പഴുപ്പേറിയ പഴം ഉണ്ടെങ്കിൽ കളയണ്ട. അത് വെച്ച് നമുക്ക് നല്ലൊരു ബനാന പോള ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണം. വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഈ പോള ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഉണ്ടാക്കല്ലേ? 2 പഴുത്ത പഴം, 3 കോഴിമുട്ട, 2 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് ഉപ്പ്, 3 ഏലക്കായ, 3 ടീസ്പൂൺ മൈദ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ ഈ തിക്നെസ്സിൽ വേണം. ഇനി 2 പഴം അധികം പഴുക്കാത്ത പഴം മതി. അത് ഇതുപോലെ ചെറുതാക്കി അരിയാം. എന്നിട്ടോ പാനെടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ പീനട്ടോ, ഞാനിവിടെ പീനട്ടാണ് ചേർത്തിട്ടുള്ളത്, ഇട്ട് കൊടുക്കുക. നെയ്യിലൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറ് മാറി വരുമ്പോൾ കുറച്ച് റൈസിൻസ് ഇട്ടെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ മാറി വരുമ്പോൾ വേറെ പാത്രത്തിൽ വെക്കുക. അതേ പാനിൽ പഴം ഇട്ടെടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച് പഴം ഇട്ടെടുക്കുക. പഴം ഒന്ന് ഇളക്കി അതിൻ്റെ കളർ മാറി വരുമ്പോൾ അത് മാറ്റി വെക്കുക. അതേ പാനിലേക്ക് തന്നെ ചിരകി വെച്ച 2 കപ്പ് തേങ്ങ അതുപോലെ വറുത്തെടുക്കല്ലേ? തേങ്ങ അതുപോലെ വറുത്തെടുക്കുക. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുക. കുറച്ച് മതി. പഴം നല്ല മധുരമുള്ള പഴമാണ്, അപ്പോൾ കൂടുതലൊന്നും വേണ്ട. തീ ഓഫാക്കാം. ഇതെന്തിനാ ഈ ചട്ടി വെച്ച് വെച്ചാ? അത് നമ്മൾ പോള ഉണ്ടാക്കുമ്പോൾ അടിയിലൊരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ പോള ഉണ്ടാക്കുന്ന പാത്രം വെക്കേണ്ടത്. അടിയിൽ ഇങ്ങനെ ചട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പോളൻ്റെ അടി വേഗം കരിഞ്ഞു പോകും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പാത്രം അടിയിൽ വെക്കണം. ഇത് നമ്മൾ ബാറ്റർ അതിലൊഴിച്ചിട്ട് നമ്മൾ ഫില്ലിങ്സ് അതിൽ വെച്ചെടുക്കുക. പഴം വാട്ടിയെടുത്തത് അതിൻ്റെ മുകളിലും ഇട്ടെടുക്കുക. അപ്പോൾ പോള ഉണ്ടാക്കി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ബാറ്റർ കുറച്ചും കൂടി ബാക്കിയില്ലേ, ആ ബാക്കിയുള്ള ബാറ്റർ മുകളിൽ എല്ലായിടത്തും ഫില്ലാവണ മാതിരി ഒന്നും കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കുക. അതിൽ മാവൊന്നും കാണില്ലെങ്കിൽ വന്നിട്ടുണ്ടാവും. വെന്ത് അത് ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് മറിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള പോള മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് അറിയിക്കണം.